ശ്രീ ഗുരുഭ്യോ നമഃ. വൃത്തത്തിലെ ശൂന്യത 13/8/2025. സ്വാതന്ത്ര്യം. ഈ വാക്കിൻ്റെ അർത്ഥം അറിയാമോ? അറിയാം എന്ന് നാം ചിന്തിക്കും. എന്നാൽ കൃത്യമായ നിരീക്ഷണം നടത്തിയ ആൾ സ്വാതന്ത്ര്യം ഇന്നുവരെ അനുഭവിച്ചിട്ടില്ലെന്ന് സമ്മതിക്കും. അങ്ങനെയെങ്കിൽ എന്താണ് സ്വാതന്ത്ര്യം? ഇഷ്ടാനുസരണം എന്തും ചെയ്യാം എന്നതാണ് സ്വാതന്ത്ര്യത്തെ മനസ്സ് വ്യാഖ്യാനിച്ച് വച്ചിരിക്കുന്നത്. എന്നാൽ അത് സ്വാതന്ത്ര്യമാണോ? നമുക്ക് അത് ശ്രദ്ധിക്കാം. ഒരു വ്യക്തിക്ക് ദോശ ഇഷ്ടമാണെന്ന് കരുതുക. എന്നാൽ അദ്ദേഹത്തിൻ്റെ മുൻപിൽ ദോശ ഒഴികെ മറ്റുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നിരത്തി വച്ചിട്ട് ഇഷ്ടമുള്ളത് എടുക്കുവാൻ പറഞ്ഞാൽ അത് സ്വാതന്ത്ര്യം ആകുമോ? ഇല്ല. അവിടെ മറ്റൊരാളുടെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വെറും തിരഞ്ഞെടുക്കൽ മാത്രമല്ലേ ചെയ്യുന്നത്? ആ തിരഞ്ഞെടുക്കൽ ഒരു സ്വാതന്ത്ര്യം അല്ല എന്നതല്ലേ സത്യം? സമ്മതിച്ചുവോ? ഇനി ഈ ഉദാഹരണം നമ്മുടെ ഉള്ളിൽ ഒന്ന് കണ്ടു നോക്കൂ. മനസ്സ് പലതും ഇഷ്ടാനിഷ്ടത്തിലൂടെ വ്യവസ്ഥകൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് തിരഞ്ഞെടുത്താലും മനസ്സിൻ്റെ വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ പ്രവർത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ. ശരിയായ നിരീക്ഷണം ഉണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലെ ഈ അരാജകത്വം തിരിച്ചറിയുവാൻ സാധിക്കും. വ്യവസ്ഥകളുടെ നടുവിൽ നിന്നുകൊണ്ട് തിരഞ്ഞെടുക്കുന്നത് സ്വാതന്ത്ര്യം ആണോ? അപ്രകാരം നോക്കുമ്പോൾ നാം ഇന്നുവരെ നമ്മുടെ സ്വാതന്ത്ര്യം അനുഭവിച്ചിട്ടുണ്ടോ? മനസ്സ് ദാനം തരുന്ന, അതായത് മനസ്സിൻ്റെ വ്യവസ്ഥാപിതമായ വൃത്തത്തിൽ നിന്നുകൊണ്ട് മാത്രം നാം എല്ലാം തിരഞ്ഞെടുക്കുന്നു. അത് സ്വാതന്ത്ര്യമാണോ? അത് ഒരു അടിമയുടെ സ്വാതന്ത്ര്യം മാത്രമാണ്. ഈ തിരഞ്ഞെടുക്കലിൻ്റെ അടിസ്ഥാനം എന്താണ്? ഒന്ന് ചിന്തിക്കൂ. പൂർവകാല, അതായത് ഭൂതകാല അനുഭവങ്ങളിൽ നിന്നും ആഗ്രഹങ്ങളിൽ നിന്നും ആവർത്തനത്തിൽ നിന്നും ആണ് തിരഞ്ഞെടുക്കൽ ഉണ്ടാകുന്നത്. നിരീക്ഷകൻ ഉണർന്നാൽ ശരിക്കും നാം സ്വാതന്ത്ര്യം നേടുന്നത് മനസ്സിൻ്റെ ഇത്തരം വ്യവസ്ഥാപിതമായ ഇടുങ്ങലിൽ നിന്നുമാണ്. യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് സ്വതന്ത്ര ഇച്ഛാശക്തിയാണ്, ഫ്രീ വിൽ. അത് എത്ര പേർ അനുഭവിച്ചിട്ടുണ്ട്? ജീവിതം ഇത്രമാത്രം ദുഃഖപൂർണമാക്കുവാൻ കാരണം മനുഷ്യന് അർഹിക്കുന്ന അവകാശമുള്ള ഫ്രീ വിൽ ഉപയോഗിക്കുവാൻ അവന് സാധിക്കാതെ പോകുന്നു എന്നതാണ്. മനസ്സിൻ്റെ കണ്ടീഷനിൽ അവൻ പെട്ടുപോകുന്നു. അതിൽ നിന്നും രക്ഷ പ്രാപിക്കുന്നത് നിരീക്ഷണത്താൽ അല്ലാതെ മറ്റെന്താണ് മാർഗം? ചിന്തിച്ചു നോക്കൂ. ശരിയായ നിരീക്ഷകൻ വ്യവസ്ഥാപിതമായ മനസ്സിനെ, കണ്ടീഷണൽ മൈൻഡ്, തിരിച്ചറിയുന്നു. അപ്പോൾ മാത്രമേ അവൻ്റെ മനസ്സിനെ അവൻ മനസ്സിലാക്കുന്നുള്ളൂ. മനസ്സും വ്യവസ്ഥാപിതവും ഇവയെ വേർതിരിക്കുവാൻ കഴിയുന്നത് നിരീക്ഷണത്തിൻ്റെ അരിപ്പയിലൂടെയാണ്. അപ്പോഴാണ് കണ്ടീഷണൽ മൈൻഡ് ധ്യാനാത്മക മനസ്സായി മാറുന്നത്. അവിടെ ഫ്രീ വിൽ സംഭവിക്കുന്നു. ധ്യാന സെന്ററിൽ ധ്യാന പരിശീലനം നടക്കുമ്പോൾ ഒരു പാട്ടു കേട്ടാൽ നൃത്തം വയ്ക്കുന്നത് ഫ്രീ വിൽ അവിടെ സംഭവിക്കുന്നത് കൊണ്ടാണ്. എന്നാൽ വ്യവസ്ഥാപിതമായ മനസ്സിൽ കണ്ടീഷണൽ മൈൻഡ് നിലനിന്നാൽ അവൻ ഒരിക്കലും നൃത്തം വയ്ക്കുന്നില്ല. കാരണം തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം അവനില്ല. കണ്ടീഷണൽ മൈൻഡ് ഉള്ളത് കാരണം ഞാൻ, മറ്റുള്ളവർ എന്ന ചിന്ത അവനിൽ
രൂഢമായി നിൽക്കും. മറ്റുള്ളവർ എന്നെ കാണും, ഞാൻ എങ്ങനെ മറ്റുള്ളവരുടെ മുന്നിൽ കളിക്കും, നാണക്കേടല്ലേ തുടങ്ങിയ ചോദ്യങ്ങൾ കണ്ടീഷണൽ മൈൻഡിൽ നിന്നാണ് പുറത്തു വരുന്നത്. എന്താണ് വ്യവസ്ഥാപിതമായ മൈൻഡ്? എന്താണ് നിരീക്ഷണം? എന്താണ് ധ്യാനാത്മക മനസ്സ്? എന്താണ് സ്വതന്ത്ര ഇച്ഛാശക്തി? ഇവയെ തിരിച്ചറിഞ്ഞ് യഥാർത്ഥ സ്വാതന്ത്ര്യം അറിയുവാനാണ് ധ്യാന സെന്ററിൽ പ്രതിമാസം നടത്തിവരുന്ന ധ്യാന കളരികൾ. യഥാർത്ഥ സ്വാതന്ത്ര്യത്തിൻ്റെ ചിറകുകൾ മുളയ്ക്കുവാനുള്ള പരിശീലന കളരികൾ അല്ലേ അത്? ധ്യാനക്കളരികളിൽ അത് അനുഭവിക്കുന്നതിന് തെളിവല്ലേ ഓരോ സാധകനും ലഭിക്കുന്ന ആനന്ദം? ഇനി ആനന്ദം ലഭിക്കുന്നില്ലെങ്കിൽ ശരിയായി നിരീക്ഷിച്ചവർക്ക് അതിൽ രൂഢമായി നിൽക്കുന്ന കണ്ടീഷണൽ മൈൻഡിനെ കാണുവാൻ സാധിച്ചുവല്ലോ. അത് തനിക്ക് ഫ്രീ വില്ലിനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കുന്നു എന്ന തിരിച്ചറിവ് നേടുവാനെങ്കിലും കുറഞ്ഞ പക്ഷം അവന് ബോധ്യം വന്നിട്ടുണ്ടാകുമല്ലോ. ഓർക്കുക, വ്യവസ്ഥാപിതമായ മനസ്സ് നടത്തുന്ന തിരഞ്ഞെടുക്കൽ അല്ല സ്വാതന്ത്ര്യം എന്ന് തിരിച്ചറിയുക. അതിൽ പെട്ടുപോകുന്നവരാണ് സദാ ജീവിതത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്, സദാ കുറ്റം ആരോപിച്ചു കൊണ്ടിരിക്കുന്നത്. മറ്റുള്ളവരാലും മറ്റുള്ളവരെയും അവർ വെറുക്കുന്നത്. അവരിൽ സ്നേഹമുണ്ടാവില്ല, എന്നാൽ അവർ സ്നേഹത്തിനായി ഓടിക്കൊണ്ടിരിക്കും. ഇതിനെല്ലാം കാരണം അവനിലെ കണ്ടീഷണൽ മനസ്സും ഫ്രീ വിൽ ആസ്വദിക്കാനുള്ള അവസരവും ലഭിക്കാത്തതിനാലാണ്. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഓഗസ്റ്റ് 13 സ്വാതന്ത്ര്യ വൃത്തത്തിലെ ശൂന്യതയിൽ പ്രതിപാദിക്കുന്നത് സ്വാതന്ത്ര്യമാണ്. സ്വാതന്ത്ര്യം എന്താണ് എന്ന് ബോധപ്രാപ്തന്മാർ മാത്രം അനുഭവിച്ച് അറിഞ്ഞവരാണ്. ബോധതലത്തിൽ വർത്തിക്കാത്തവർക്ക് ഒരിക്കലും യഥാർത്ഥ സ്വാതന്ത്ര്യം എന്താണ് എന്ന് അനുഭവിച്ചിട്ടുണ്ടാവില്ല. അപ്പോ മനോതലത്തിൽ ആയിരിക്കും അവർ നിലനിൽക്കുന്നത്. ആ മനോതലത്തിൽ നിൽക്കുന്നവരുടെ സ്വാതന്ത്ര്യത്തെ കുറിച്ച് അറിവ് ആശയമായിട്ടും ആയിരിക്കും കിടക്കുന്നത്. അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാൻ ആ മനോതലത്തിൽ നിന്ന് ഉണ്ടാവുന്ന ആ ചിന്തകൾക്കനുസരിച്ച് അവരുടെ ഇഷ്ടമനുസരിച്ച് ചെയ്യാൻ പറ്റുന്നത് സ്വാതന്ത്ര്യമായിട്ട് ആണ് അവർ കരുതുന്നത്. എന്നാൽ ചില ബന്ധിപ്പിക്കുന്ന ജീവിത ശൈലിയിൽ നിന്നും പിന്നെ ശരീര അഹംബോധത്തിൽ നിന്നും ആർജിച്ച ആ അനുഭവവും അറിവും ബേസ് ചെയ്ത് കുറെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിയാതെ പിന്നെ ശേഖരിച്ച് വെച്ചിരിക്കുന്നതിൽ നിന്ന് അവന്റെ ഇഷ്ടം തിരഞ്ഞെടുക്കാനേ പറ്റൂ. ഒരു കമ്പാരിസൺ കുറിച്ച് തന്നിട്ടുണ്ടായിരുന്നല്ലോ. ദോശ ഇഷ്ടമാണെങ്കിലും വിളമ്പി വെച്ചിരിക്കുന്ന വിഭവങ്ങളിൽ ദോശ ഇല്ലെങ്കിൽ ബാക്കി എല്ലാം ഉണ്ട്, അതിൽ നിന്ന് ഏതെങ്കിലും ഇഷ്ടമുള്ളത് എടുത്തോളൂ എന്ന് പറഞ്ഞാൽ അവിടെ പിന്നെ നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള ഒരു ഓപ്ഷനേ ഉള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ ബന്ധിതമായ ചില അനിഷ്ടങ്ങൾ ഉള്ളതിൽ നിന്നും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നത് ചില ഇഷ്ടങ്ങളാണ്. അത് നമ്മളെ ബന്ധിപ്പിക്കുന്നതുമാണ്. അതുകൊണ്ട് മമത അല്ലെങ്കിൽ ഒട്ടൽ ഉള്ള ബന്ധിപ്പിക്കുന്ന ഇഷ്ടത്തിനെ ആധാരമാക്കി ആയിരിക്കും അവന്റെ സ്വാതന്ത്ര്യത്തിനെ കുറിച്ചുള്ള നിർവചനം അല്ലെങ്കിൽ അവന്റെ ആ ആശയം. നിരീക്ഷകന്റെ അഭാവത്തിൽ, അതായത് കണ്ടീഷൻ മൈൻഡിന്റെ കൺട്രോളിൽ നിന്ന് ഒരു ഇഷ്ടം തിരഞ്ഞെടുക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ ഇത് ഒരു കണ്ടീഷൻഡ് മൈൻഡിന്റെ, അതായത് വ്യവസ്ഥാപിക മനസ്സിന്റെ സ്വാതന്ത്ര്യമാണ്. കണ്ടീഷൻഡ് ആയിട്ട് സ്വാതന്ത്ര്യം, ഫ്രീ.
അങ്ങനാണ്. ഒരു കണ്ടീഷൻ സ്വാതന്ത്ര്യമാണ്, അല്ലാതെ യഥാർത്ഥ സ്വാതന്ത്ര്യം അല്ല. അതായത് തന്നിഷ്ടം ബേസ് ചെയ്ത് സ്വാതന്ത്ര്യം നിത്യമല്ല, ശാശ്വതമല്ല. യഥാർത്ഥ സ്വാതന്ത്ര്യത്തിന് അത് ശാശ്വതമാണ്. അതിന് കാരണം സ്വാതന്ത്ര്യ ഇച്ഛാശക്തിയാണ്, അതായത് ഫ്രീ വില്. നമ്മൾ മറ്റേ കേട്ടിട്ടുണ്ട്, ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി സ്വരൂപിണി. പിന്നെ ദേവിയെ കുറിച്ച് പറയുന്നു, പരാശക്തിയെ കുറിച്ച് അങ്ങനെ പറയും. പക്ഷെ അവിടെ ആ മായ ലോകത്തിലുള്ളതാണ്, അത് ബന്ധിതമായിട്ടുള്ളതാണ്, ബന്ധനത്തിനോട് ആസ്വദിച്ചുള്ള ഇപ്പൊ ഈ പറഞ്ഞ കാര്യമാണ്. അവിടെ ആ ഫ്രീ വിൽ ഉണ്ടാവണം എന്നില്ല. പിന്നെ ഈ അടുത്തത് ഈ ഫ്രീ വില്ലിലോട്ട് പോകുമ്പം അടുത്ത പാരഗ്രാഫിൽ പറയുന്ന ഒരു നീതിശന്റെ അഭാവത്തിൽ വ്യവസ്ഥാപിക മനസ്സിൽ നിന്ന് രക്ഷപ്പെടാതെ ഉയർന്ന ബോധതലം എത്താതെ ഫ്രീ വിൽ ഉപയോഗിക്കാൻ പറ്റാതെ വരും. നിരീക്ഷകൻ മനസ്സിനെയും, നിരീക്ഷകൻ അങ്ങനെ ഒരു കഴിവുണ്ട്, നിരീക്ഷകൻ മനസ്സിനെയും വ്യവസ്ഥാപികതവും വേർതിരിച്ചറിയും. കാരണം നമ്മൾ പറയാറുണ്ട് മനസ്സൊരു സോഫ്റ്റ്വെയർ ആണ്, പക്ഷെ അതിൽ നിന്നും ഉണ്ടാകുന്നതാണ് മറ്റേ ചില സോഫ്റ്റ്വെയർ, തോട്ട്സും വികാരങ്ങളും മറ്റേതെല്ലാം. അപ്പോ ആ ഫ്ലോ നടക്കുന്ന ആ പിന്നെന്താണ് ആ സോഫ്റ്റ്വെയർ, തോട്ട്സിന്റെയും വികാര വിക്ഷോഭത്തിന്റെ എല്ലാത്തിന്റെ ആ ഫ്ലോ നടക്കുന്ന അതിനകത്ത് അതൊരു സോഫ്റ്റ്വെയർ. നമ്മുടെ കോഡ് പോലെ മനസ്സ് കോഡഡ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണെങ്കിൽ ബൈനറി കോഡ് 010101 അങ്ങനെയാണെങ്കിൽ മറ്റേത് ആ ഒരു വേറെ തരം സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ ഇത് രണ്ടും നിരീക്ഷകനും മനസ്സും പിന്നെ ആ കണ്ടീഷനിങ്ങും തമ്മിൽ തിരിച്ചറിയും. അപ്പോൾ ധ്യാനാത്മക മനസ്സ് അപ്പോഴാണ് ഉണ്ടാവുന്നത്. ധ്യാന കേന്ദ്രത്തിൽ ധ്യാന മനസ്സുണ്ടായി നിരീക്ഷകൻ പിന്നെ ഉണർത്തി ബോധതലത്തിൽ നിൽക്കുമ്പോഴാണ് ഫ്രീ വിൽ ഉണ്ടാകുന്നത്. ആ തലത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ചെയ്യാനുള്ള ആ പിന്നെ ആ അതൊരു ഡിസയറാണ്, ഒരു ആ ഇച്ഛാശക്തി ഉണ്ടാവും. പക്ഷെ അവിടെ വ്യത്യാസം ഇതേ ഉള്ളൂ, പിന്നെ ഡിസയർ ആൻഡ് ചെയ്യാനുള്ള ആക്ഷൻ ചെയ്യാനുള്ള ഒരു ഡിസയർ ഉണ്ടാവും, ഇച്ഛാശക്തി ചെയ്യാനുള്ള പിന്നെ ബട്ട് ഓഫ് കോഴ്സ് അത് നടക്കുന്ന ഏത് തലത്തിലാണെന്ന് പറഞ്ഞാൽ നിരീക്ഷകന്റെ തലത്തിൽ നിൽക്കുമ്പോൾ വികാരങ്ങളൊന്നും ഇല്ലാത്തൊരു തലമാണ്. അപ്പം വികാരം കൊണ്ട് ചെയ്യുന്നതല്ല ആ ചെയ്യുന്ന എന്ത് പ്രവൃത്തി ആയാലും, അത് ആ ഒരു ഉന്നത ബോധതലത്തിൽ നിന്നാണ് ചെയ്യുന്നത്. അപ്പൊ അവിടെ ഡൂവർഷിപ്പ് കാണില്ല, പിന്നെ ഞാൻ ചെയ്യുന്നു എന്നുള്ളത് ഞാനില്ല അവിടെ, മനസ്സില്ല അവിടെ. അപ്പൊ ഒരു ഡൂവർഷിപ്പ് ഒന്നുമില്ല. അപ്പൊ അങ്ങനെ ഒരു അകർമ്മമായിട്ടായിരിക്കും അത് പോകുന്നത്. കണ്ടീഷൻ മൈൻഡിൽ നിലനിൽക്കുന്നവർക്ക് ഞാനും നീയും എന്ന ആ ഭേദബുദ്ധി ആ അഹംഭേദത്തിൽ നിന്ന് ഉണ്ടാകുമ്പോൾ ഈഗോ മൈൻഡ് അവനെ മറ്റുള്ളവരുടെ മുമ്പിൽ കളിക്കാൻ തടസ്സപ്പെട്ടു. അതായത് നമ്മുടെ ഈ ക്യാമ്പിലൊക്കെ നടക്കുമ്പം ചിലപ്പം ഡാൻസ് ചെയ്യാൻ പറ്റില്ലെന്ന് പറയുന്ന ആ ഒരു കാര്യത്തിലാണ് ഇത് പറയുന്നത്. അപ്പൊ ആ കണ്ടീഷൻ മൈൻഡിൽ നിലനിൽക്കുകയാണെങ്കിൽ ആ ഒബ്സ്ട്രക്ഷൻ എപ്പോഴും ഉണ്ടാവും, ഫ്രീ വിൽ ഓപ്പറേറ്റ് ചെയ്യില്ല. അപ്പോൾ അതിനെക്കുറിച്ച് പിന്നെ പറയുന്നുണ്ട്. വർഷങ്ങളായി ഗുരു ശിക്ഷണത്തിൽ നിന്ന് വ്യവസ്ഥാപിക മൈൻഡ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ധ്യാന സെന്ററിൽ നടത്തി വരുന്ന ധ്യാന പരിശീലനത്തിൽ നിന്ന് കണ്ടീഷൻഡ് മൈൻഡിൽ നിന്ന് നിരീക്ഷകന്റെ നിരീക്ഷണത്താൽ നിശ്ചലമായ ധ്യാനാത്മക മനസ്സ് ആകുന്ന അനുഭവം ലഭിച്ചിട്ടുണ്ടാകാം. നിരീക്ഷകന്റെ തലത്തിൽ നിന്ന് ഫ്രീ വിൽ ഉണ്ടായി യഥാർത്ഥ സ്വാതന്ത്ര്യത്തിന്റെ അനുഭവത്തിൽ നിന്ന് ഫ്രീ ആയി ആനന്ദ നൃത്തം ചെയ്യുന്നത്. ഫ്രീ എന്ന് പറയുന്ന ലിബറേറ്റഡ് ആയിട്ട്, അതായത്
ടോട്ടലി ഫ്രീ, നോ ഇൻഹിബിഷൻ. അങ്ങനെ നമ്മൾ ആനന്ദ നൃത്തത്തിൽ പങ്കെടുക്കുന്നു. ആ ഇച്ഛാശക്തി മൂലം തന്നെയാണ്, ആ ഫ്രീ വിൽ മൂലം തന്നെയാണ്. അപ്പം അങ്ങനെ ആ ഫ്രീ വില്ലിൽ നിന്ന് ചെയ്യാൻ സാധകർക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ ധ്യാന കളരിയിൽ നിന്ന് നമുക്ക് ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. ആനന്ദ നൃത്തം ചെയ്യാൻ പറ്റുന്നവര് അവര് ഇത് ഒരു പരിധി വരെ മനസ്സിലാക്കിയിട്ടുണ്ട്. അവിടെ നിൽക്കുമ്പം അവരത് മനസ്സിലാക്കിയിട്ടുണ്ട്. ധ്യാന സെന്ററിൽ ധ്യാന ക്യാമ്പിൽ പങ്കെടുത്ത ശേഷം നൃത്തം ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് സാധകൻ ബോധവാൻ ആകേണ്ടതാണ്. അതായത് ഈ നിരീക്ഷകന്റെ നിരീക്ഷണത്താൽ സാധകൻ അവന്റെ കണ്ടീഷൻ മൈൻഡിന്റെ പ്രസൻസ് അംഗീകരിക്കുമ്പോൾ അവൻ അറിയേണ്ടത് ഇഷ്ടങ്ങൾ തിരഞ്ഞെടുക്കുന്നതല്ല ആ സ്വാതന്ത്ര്യം. അപ്പൊ കുറച്ചുകൂടെ അലേർട്ട് ആകേണ്ടതാണ്. ഈ പിന്നെ ധ്യാന കളരികളിൽ പിന്നെ അറ്റൻഡ് ചെയ്തിട്ടും വിലയിരുത്തലും കുറ്റം ആരോപിക്കലും മറ്റുള്ളവരെ വെറുക്കുകയും സന്തോഷമില്ലാതെ ഇരിക്കുന്നതും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒരു ലക്ഷണമാണെങ്കിൽ പിന്നെയും മനസ്സിലാക്കേണ്ടത് അവന് കണ്ടീഷൻ മൈൻഡില് അവന്റെ കണ്ടീഷൻ മൈൻഡ് ഫ്രീ വില്ലിനെ ആസ്വദിക്കാൻ തടസ്സമായി നിൽക്കുകയാണെന്ന് എന്നറിയേണ്ടതാണ്. അതുകൊണ്ട് കൃത്യമായി നിരീക്ഷണം ചെയ്ത്, സമയം കളയാതെ കൃത്യമായി നിരീക്ഷണം ചെയ്ത് ബോധതലത്തിൽ നിന്ന് സ്വതന്ത്ര ഇച്ഛാശക്തി വഴി അനുഭവിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരിയോം. ഹരിയോം. നമ്മൾ മനസ്സിൻ്റെ ബന്ധനത്തിലാണ് എന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ നമ്മൾ പലപ്പോഴും ഈ ബന്ധനങ്ങൾ അനുഭവിക്കുന്നുവെങ്കിലും ഇതിനെയൊന്നും ബന്ധനങ്ങളായിട്ട് കാണുന്നില്ല എന്നതല്ലേ സത്യം. അപ്പം അതിനെന്തായിരിക്കാം കാരണം നമുക്ക് ഈ തടവറയിൽ നിന്നും പുറത്ത് കടക്കണമെന്ന് ആഗ്രഹമില്ല, അല്ലെങ്കിൽ അറിയില്ല, പുറത്ത് കടക്കാൻ അറിയില്ല. അങ്ങനെ പറയുന്നതായിരിക്കും കുറച്ചും കൂടി ശരിയായിട്ട് തോന്നുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ ഈ തടവറയെ ഇഷ്ടപ്പെടുന്നു. കാരണം ഇതിനുള്ളിൽ കുടുങ്ങിക്കിടക്കുകയാണ് എന്ന് ചില സമയത്ത് നമുക്ക് ബോധ്യമാവും. എന്തിനീ മനസ്സ് എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവും. എന്നാൽ ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി അറിഞ്ഞുകൂടാത്തതുകൊണ്ട് അതുമായിട്ട് അഡ്ജസ്റ്റ് ആവും. അതാണ് കുറച്ചും കൂടി നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നത്. അറിയാത്തത് കൊണ്ട് ഉള്ളതിനെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്ന പോലെ ഇതിനുള്ളിൽ മനസ്സ് നൽകുന്ന ഭക്ഷണം കഴിച്ച് മതിമറന്ന് ജീവിക്കുകയാണ് ഈ മനസ്സിൻ്റെ ഈ തടവറയ്ക്കുള്ളിൽ. എന്നാൽ മനസ്സ് നൽകുന്ന ഭക്ഷണം, അത് വാസനകളാവട്ടെ, ആഗ്രഹങ്ങളാവട്ടെ, പ്രതീക്ഷകൾ എന്തോ ആവട്ടെ, ഇതൊക്കെ നമ്മളെ ഈ തടവറയിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു ചിന്ത പോലും വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തു ചെയ്യും? ഈ വക കാര്യങ്ങളൊക്കെ കൊണ്ടിട്ട് മനസ്സ് നമ്മളെ ഭ്രമിപ്പിക്കുകയാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നില്ല. കാരണം അതിങ്ങനെ നമ്മളങ്ങനെ രക്ഷപ്പെടണമെന്ന് ചിന്തിക്കാൻ പാടില്ല. അങ്ങനെ ചിന്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സാധനങ്ങളെല്ലാം. ഇതൊക്കെയാണ് ഭക്ഷണം, മനസ്സിന് കിട്ടുന്ന ഭക്ഷണം, മനസ്സ് നമുക്ക് നൽകുന്ന ഭക്ഷണം ഇതൊക്കെയാണ്. ഇത് നമുക്ക് വേണ്ടോളം തന്ന് നമ്മളെ അതിൻ്റെ അകത്ത് കുടുക്കി ഭ്രമിപ്പിച്ച് ഇങ്ങനെ ഇട്ടേക്കും. അപ്പോൾ നമ്മൾ ഒരിക്കലും അത് ചിന്തിക്കില്ലല്ലോ രക്ഷപ്പെടണമെന്ന്. ഇതൊരു തടവറയാണെന്ന് പോലും നമ്മൾ ചിന്തിക്കില്ല. അങ്ങനെ നമ്മളെ മിഥ്യാധാരണയിൽ കുടുക്കി നമ്മുടെ ആ സ്വാഭാവികതയെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. സ്വാതന്ത്ര്യം ഇല്ലാത്ത അവസ്ഥയിലാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ മനസ്സ് എന്ത് ചിന്തിപ്പിക്കും? നമ്മൾ സ്വതന്ത്രരാണ്, നിനക്ക് ഇഷ്ടമുള്ളത് നിനക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, വേറെ ആരും അവിടെ തടയാനില്ല, നിനക്ക് നിൻ്റെ മനസ്സ് പറയും പോലെ നിനക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്യാം. അപ്പം അത് സ്വാതന്ത്ര്യമാണ് എന്നുള്ള മിഥ്യാധാരണയിലാണ് നമ്മളെ കുടുക്കി ഇട്ടിരിക്കുന്നത്. അപ്പം മനസ്സിനെപ്പോഴും ഓരോ വ്യവസ്ഥകളിൽ കുടുങ്ങിയാണ് ഇരിക്കുന്നത് മനസ്സെപ്പോഴും. അതിനൊരു റൊട്ടീനുണ്ട്.
ആ ആവാസ വ്യവസ്ഥയെ മനസ്സൊരിക്കലും തകർക്കാൻ ആരെയും അനുവദിക്കില്ല. അതിൻ്റെ നിലനിൽപ്പ് ആ ആവാസ വ്യവസ്ഥയാണ്, കംഫേർട്ട് സോണാണ്. അതാണ് നമ്മൾ നിരീക്ഷണം ചെയ്യാൻ ശ്രമിക്കുമ്പോഴത്തേക്ക് മനസ്സ് അസ്വസ്ഥമാകുന്നത്. അല്ലെങ്കിൽ ഇപ്പം ബോധപ്രാപ്തനോട് നിൽക്കുമ്പോൾ അസ്വസ്ഥമാകുന്നത് അതുകൊണ്ടാണ്. എന്നാൽ മനസ്സിൻ്റെ ഈ ബന്ധനത്തെ നിരീക്ഷണത്തിലൂടെ ഭേദിക്കാനായാൽ ഒരു സാധകന് അവൻ്റെ മനസ്സിനെ ഉയർത്തി ഒരു ധ്യാനാത്മക മനസ്സ് ആക്കാൻ സാധിക്കും. നമ്മുടെ ധ്യാന കേന്ദ്രത്തിൽ അവധൂത്ജി ചിട്ടപ്പെടുത്തുന്ന ഓരോ ധ്യാനവിധികളും നമ്മളെ ഈ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുക എന്നുള്ള സങ്കല്പത്തോടു കൂടിയാണ് ചെയ്യുന്നത്. ആ സങ്കല്പത്തിലാണ് ഇതെല്ലാം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അത് ഓരോ ധ്യാനവിധിക്കും ഓരോ സങ്കല്പമുണ്ട്. നമ്മളിൽ ഓരോ പുതിയ പുതിയ ഫയൽസ് ക്രിയേറ്റ് ചെയ്യാണ്. ഇനി ആ ധ്യാനവിധി തന്നെ വീണ്ടും വീണ്ടും നമ്മളെ ചെയ്യിപ്പിക്കുന്നു, റിപ്പീറ്റഡായിട്ട് വരുത്തുന്നുണ്ട്. അതെന്തിനാണ്? അത് വീണ്ടും നമ്മൾ ഉറയ്ക്കാനാണ്. ഒരിക്കൽ നമ്മൾ ചെയ്ത ആ ധ്യാനവിധി ആയിരിക്കില്ല പിന്നെ ഒരു 2-3 മാസം കഴിഞ്ഞ് വീണ്ടും ചെയ്യുമ്പോൾ അപ്പോഴുണ്ടാകുന്ന നമ്മുടെ ഒരു അനുഭവം, ആ ഫയല് കുറച്ചും കൂടി ഒന്ന് ഉറക്കുകയാണ്. അത് കുറച്ചും കൂടി ഡീപ്പായിട്ട് നമുക്കത് മനസ്സിലാവും. പുതിയൊരു അനുഭവമായിരിക്കും അപ്പോൾ കിട്ടുന്നത്. അപ്പം വീണ്ടും വീണ്ടും ഒരേ ധ്യാനവിധി ചെയ്തിട്ടും നമുക്ക് ബോറടിക്കാത്ത എന്തുകൊണ്ടാണ്? അതാണ് ഈ ഒരു ധ്യാനവിധികളുടെ എല്ലാം പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മുടെ മനസ്സിനെ എല്ലാം പൊളിക്കുകയാണ്. എന്തൊക്കെ നമ്മൾ കെട്ടിപ്പിടുത്തി വെച്ചിട്ടുണ്ടോ അതിനെല്ലാം പൊളിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ധ്യാനവിധികളെല്ലാം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ആ സങ്കല്പത്തോടു കൂടിയാണ്. അതിൻ്റെ അനുഭവമാണ് നമ്മളിൽ ലഭിക്കുന്നത്. ആ ധ്യാനവിധികളിലൂടെ ഈ 4 മണിക്കൂർ സെഷനിൽ പോകുമ്പോൾ ആ സമയം പോകുന്നത് അറിയാത്തതും ഇതിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. അപ്പം മനസ്സിനെ ഉയർത്താനുള്ള പ്രാക്ടിക്കലായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളാണ് നമ്മൾ തരുന്നത്, നമുക്ക് കിട്ടുന്നത് ഒരു ബോധപ്രാപ്തനിലൂടെ. അപ്പോൾ സ്വാഭാവികമായിട്ടും മൈൻഡ് ഉണ്ടല്ലോ, മൈൻഡ് ഉള്ളപ്പോൾ ആ മൈൻഡിൻ്റെ രീതിയിൽ, ആ കണ്ടീഷണൽ മൈൻഡിൻ്റെ രീതിയിൽ നിന്നാണ് നമ്മൾ ഈ ധ്യാനവിധികളെല്ലാം ചെയ്യാൻ ശ്രമിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോൾ ഓരോ ഇൻസ്ട്രക്ഷൻ, ഒരു ധ്യാനവിധി ഇടുമ്പോൾ അതിൻ്റെ ഒരു ഇൻസ്ട്രക്ഷൻ, ഒരു പെർട്ടിക്കുലർ ഇൻസ്ട്രക്ഷൻ ഉണ്ടാവും. ആ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് നമ്മൾ നമ്മുടെ ബോഡി ചലിപ്പിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ എന്ത് മൂവ്മെൻ്റ് ആണോ അത് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ ആദ്യം മടിക്കുന്ന എന്തുകൊണ്ടാണ്? ഇതിൽ പറയും പോലെ നമ്മൾ നമ്മളിലേക്ക് നോക്കാതെ മൈൻഡ് പുറത്തേക്ക് നോക്കും. ഞാൻ ഇത് ചെയ്യുമ്പോൾ ആരെങ്കിലും കാണുന്നുണ്ടോ? എന്തിനാണ് ഞാൻ ഇത് ചെയ്യേണ്ടത്? ബാക്കിയുള്ളവർ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും? ഇതെല്ലാം വരും. അങ്ങനെ നമ്മളുടെ കണ്ടീഷണൽ മൈൻഡ് നമ്മളെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കും. കാരണം എന്താണ്? മൈൻഡിൻ്റെ ആവാസ വ്യവസ്ഥ, നേരത്തെ പറഞ്ഞില്ലേ, ആ ആവാസ വ്യവസ്ഥയ്ക്ക് ഇത് തടസ്സം സൃഷ്ടിക്കുകയാണ്, അസ്വസ്ഥമാക്കുകയാണ്. എൻ്റെ കംഫേർട്ട് സോണിൽ നിന്ന് ഞാൻ മാറില്ല, എനിക്കെൻ്റെ മനസ്സിനെ പൊളിക്കണ്ട, എനിക്കിത് മതി, ഞാൻ ഈ തടവറയിൽ സന്തോഷവാനാണ്. ഇത് ഉറപ്പിച്ചിട്ടുള്ളവർക്കൊന്നും ഒരടി മുന്നോട്ട് അനങ്ങാൻ പോലും പറ്റില്ല. ഇനി അനങ്ങിയാൽ തന്നെ ബോധപൂർവമായിരിക്കും ചെയ്യുന്നത്, ആ ഫ്ലോയിൽ കിട്ടില്ല. മനസ്സ് പ്രബലമായിട്ട് നിൽക്കുകയാണെങ്കിൽ അവിടെ ആ ധ്യാനവിധി ഉദ്ദേശിക്കുന്ന ഒരു സ്വാഭാവികത അവിടെ വരില്ല. കാരണം ഉള്ളിൻ്റെ ഉള്ളിൽ ഇത് കിടക്കുകയാണ്, ഞാൻ ചെയ്യുന്നത് എന്തിനു വേണ്ടി? എല്ലാവരും എന്നെ നോക്കില്ലേ? അവരെന്ത് വിചാരിക്കും? അല്ലെങ്കിൽ ഇതിൻ്റെ ആവശ്യം എന്താണ്? ഇതെല്ലാം ചിന്തിച്ച് നമ്മളെ പുറകോട്ട് വലിച്ചിടും. അപ്പം അതായത് ഇപ്പം നമ്മൾ ബന്ധനസ്ഥനാണ് എന്ന് തിരിച്ചറിയുന്ന സാധകർ തീർച്ചയായിട്ടും ഈ തടവറയിൽ നിന്നും രക്ഷപ്പെടാൻ ആഗ്രഹിക്കും. അങ്ങനെ തടവറയാണെന്ന് ബോധ്യപ്പെട്ടവർ. ഇപ്പം മനസ്സിനെ ജയിച്ച ബോധപ്രാപ്തൻ പകർന്നു തരുന്ന ഈ അറിവുകൾ അവൻ എന്ത് ചെയ്യും? പ്രാവർത്തികമാക്കും. അപ്പോൾ ആ പരിശീലനം നേടുവാൻ വേണ്ടിയിട്ട് അവൻ എന്ത് ചെയ്യും? ഈ ധ്യാനവിധികളെ ചെയ്യുമ്പോൾ പൂർണ്ണമായിട്ട് അതിൽ ഇൻവോൾവ് ചെയ്ത് സമർപ്പണത്തോടുകൂടി നിൽക്കാൻ തയ്യാറാവും. കാരണം മനസ്സിനെ ജയിച്ച ഒരു ബോധപ്രാപ്തനാണ് നമുക്കിത് ആ ടെക്നിക്ക് പറഞ്ഞു തരുന്നത്. ടെക്നിക്ക് പറഞ്ഞു തരുമ്പോൾ രക്ഷപ്പെടണം എന്ന് ആഗ്രഹമുള്ളവൻ, ഇത് തടവറയാണ്, ഇതിൽ നിന്ന് രക്ഷപ്പെടണം എന്നുള്ളവൻ, ആഗ്രഹമുള്ളവൻ അത് ചെയ്യും. അവിടെ വേറൊരാളെ നോക്കില്ല, ഒരിക്കലും നോക്കില്ല.
താൻ സ്വതന്ത്രനാണ് എന്ന് മനസ്സിൻ്റെ ലോകത്ത് നിന്ന് തെറ്റിദ്ധരിക്കുന്നവനോ, ഞാൻ എന്തിനു മറ്റുള്ളവരുടെ മുന്നിൽ ഇതൊക്കെ ചെയ്യണം, എനിക്ക് എൻ്റേതായിട്ടുള്ള വ്യക്തിത്വം ഉണ്ടല്ലോ, ഞാൻ എന്തിനു വേറൊരാൾ പറയുന്നത് കേൾക്കണം എന്ന് ചിന്തിച്ച് നിഷേധത്തോടെ ഈ മനസ്സിനോടൊപ്പം നിൽക്കും. അപ്പം അവർക്ക് ഈ മനസ്സിൻ്റെ വൃത്തത്തിൽ നിന്നും ഒരിക്കലും പുറത്തു കടക്കാൻ സാധിക്കില്ല. ആ സമയത്ത് കുറച്ചൊന്ന് ഡൈല്യൂട്ട് ആയാലും പിന്നീട് ഇത് വീണ്ടും പിടികൂടും. അവർക്ക് സ്വാതന്ത്ര്യം നൽകുന്ന ആനന്ദം അനുഭവിക്കാൻ കഴിയില്ല. എപ്പോഴും അവരിൽ അസ്വസ്ഥമായ മനസ്സും ചിന്തകളും മാത്രമായിരിക്കും ഉണ്ടാവുക. തടവറയിൽ കിടക്കുന്ന അടിമയെപ്പോലെ ഇപ്പം മനസ്സിൻ്റെ അടിമയായിട്ട് ജീവിതം ജീവിച്ച് മരിക്കുകയാണ് അവർ ചെയ്യുന്നത്, അവർ പോലും അറിയാതെ ആ സംഘർഷാവസ്ഥയിൽ നിലനിന്നുകൊണ്ട്. ഇപ്പം സാധകനോ തൻ്റെ സ്വാതന്ത്ര്യത്തെ പൂർണ്ണമായിട്ട് അനുഭവിച്ച് ആനന്ദത്തിൽ സദാ നിലനിൽക്കുന്നു. ഹരി ഓം, ഹരി ഓം, ഹരി ഓം. ഹരി ഓം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നമ്മളെ ജീവിതത്തിൽ തുടർച്ചയായി പല പ്രതിസന്ധികളെയും നേരിടുമ്പോൾ അതിൽ നിന്നെല്ലാം ഒരു മോചനം ലഭിച്ചിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിക്കാത്തവരായി ആരും ഉണ്ടാവില്ല. എല്ലാവരുടെ ജീവിതത്തിലും പല പല പ്രതിസന്ധികളും ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ ചിലർ അവയെ എങ്ങനെയെങ്കിലുമൊക്കെ അഭിമുഖീകരിച്ച് മുന്നോട്ട് പോകുന്നു, ചിലർ ജീവിതം തന്നെ അവസാനിപ്പിക്കുന്നു. എന്നാൽ ആരും തന്നെ ഇതിന് പിന്നിലെ കാരണങ്ങളെ കുറിച്ച് വസ്തുനിഷ്ഠമായി മനസ്സിലാക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. കുറ്റങ്ങൾ മറ്റുള്ളവരിൽ ആരോപിച്ച് ഇതെല്ലാം എൻ്റെ വിധിയാണ് എന്ന് സമാധാനിച്ച് മുന്നോട്ട് പോകുന്നു. സ്വന്തം മനസ്സിനെ നിരീക്ഷിക്കുവാനോ മനസ്സ് സൃഷ്ടിക്കുന്ന പരിമിതികളെ കുറിച്ച് അറിയുവാനോ ആരും ശ്രമിക്കുന്നില്ല. മനസ്സ് ചിട്ടപ്പെടുത്തിയ ചില വ്യവസ്ഥകളുടെ തടവറക്കുള്ളിലാണ് നമ്മൾ കഴിയുന്നത്. ഇവിടെ പൂർണ്ണ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത് മനസ്സാണ്. ശരീരബോധത്തിൽ നിന്നുകൊണ്ട് മനസ്സിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് വഴങ്ങി മനസ്സിന്റെ അടിമയായിട്ടാണ് ജീവിക്കുന്നത് എന്ന സത്യം പോലും നമ്മൾ തിരിച്ചറിയുന്നില്ല. അതുകൊണ്ട് മനസ്സ് പ്രകടിപ്പിക്കുന്ന വികാരങ്ങൾക്ക് അനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുന്നു. മനസ്സ് ദ്വന്ദ്ങ്ങളിൽ നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ദുഃഖം വരുമ്പോൾ അതിന്റെ കാരണം പുറമേ ആരോപിക്കുന്നു, സുഖം തേടി പുറമേ അലയുകയും ചെയ്യുന്നു. നമ്മളെല്ലാം കേട്ടിട്ടുള്ളതാണ്. അതായത് ഞാൻ ശരീരമല്ല, ഞാൻ മനസ്സല്ല, ഞാൻ നിത്യമായ ബോധസ്വരൂപമാണ് എന്ന് നമ്മളെല്ലാം പലതവണ കേട്ടിട്ടുണ്ട്. എന്നാൽ അത് അനുഭവ തലത്തിൽ കൊണ്ടുവരാൻ കഴിയുന്നില്ല. മനസ്സ് സൃഷ്ടിക്കുന്ന തടസ്സങ്ങൾ തന്നെയാണ് ഇതിന് കാരണം. അതായത് കണ്ടീഷൻ മൈൻഡ്. നേരത്തെ പറഞ്ഞ പോലെ മനസ്സ് ചില വ്യവസ്ഥകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ അറിയാതെ ആ തടവറക്കുള്ളിലാണ് കഴിയുന്നത്. നമുക്കറിയാം ശരീരം മാറിക്കൊണ്ടിരിക്കുന്നു, ഒരു ദിവസം അത് ഉപേക്ഷിക്കേണ്ടി വരികയും ചെയ്യും എന്നും നമ്മൾക്കെല്ലാം അറിയാം. എന്നാൽ മനസ്സ് സൃഷ്ടിച്ച വ്യവസ്ഥകൾക്ക് അടിമപ്പെട്ടു പോകുമ്പോൾ നമ്മൾ ആ സത്യം മറന്നു പോകുന്നു, ശരീരബോധത്തിൽ തന്നെ നിൽക്കുന്നു. മനസ്സാണെങ്കിലോ മനസ്സ് അജ്ഞതയിലാണ് നിൽക്കുന്നത്. അത് ചഞ്ചലമാണെന്നും നമ്മൾക്ക് അറിവുള്ളതാണ്. മാത്രമല്ല നമ്മൾ ഉറങ്ങുമ്പോൾ മനസ്സ് അപ്രത്യക്ഷമാകുന്നു. അപ്പോൾ മനസ്സ് സത്യമല്ല എന്നതിന് ഒരു തെളിവാണിത്. എന്നിട്ടും നമ്മൾ മനസ്സിന് വഴങ്ങി ജീവിക്കുന്നു. എന്നാൽ ബോധം മാത്രമാണ് സത്യം എന്നും ബോധത്താൽ മാത്രമാണ് ഈ പ്രപഞ്ച അനുഭവം ഉണ്ടാകുന്നത് എന്നും നമ്മൾക്കറിയാം. എന്നാൽ ബോധമാണ് ഞാൻ എന്ന സത്യം നമ്മൾ ബോധപൂർവം മറന്നു പോകുന്നു. കാരണം ആ വ്യവസ്ഥാപിത മനസ്സിന്റെ സ്വാധീനം അത്രമേൽ ശക്തമാണ്. അപ്പോൾ മനസ്സിന്റെ ഈ അടിമത്തത്തിൽ നിന്നും സ്വാതന്ത്ര്യം നേടാൻ നിരീക്ഷകനെ ഉണർത്തുവാനുള്ള ഇച്ഛാശക്തി ഉണ്ടായിരിക്കണം. പരമബോധമായി നിൽക്കുന്ന നിരീക്ഷകന്റെ സഹായമില്ലാതെ ഈ മനസ്സിന് ഒന്നും തന്നെ ആസ്വദിക്കാൻ കഴിയില്ല. ഉദാഹരണമായി മനസ്സ് ഒരു മനോഹരമായ
കാഴ്ച ആസ്വദിക്കുമ്പോൾ അതിന് പിന്നിൽ നിരീക്ഷകനായ ആ ബോധശക്തി ഉണ്ടെന്ന് നമ്മൾ നിരീക്ഷിച്ചറിയേണ്ടതാണ്. അതുപോലെ ഓരോ ജ്ഞാനേന്ദ്രിയത്തിലൂടെയും മനസ്സ് പല പല വിഷയങ്ങളെ അനുഭവിച്ചറിയുന്നത് ആ ബോധത്തിന്റെ സഹായത്താലാണ്. അങ്ങനെ പുറമേയുള്ള വസ്തുക്കൾക്ക് സാക്ഷിയായി മനസ്സ് നിലനിൽക്കുമ്പോൾ ആ സാക്ഷിക്കും സാക്ഷിയായി നിരീക്ഷകനും നിലനിൽക്കുന്നു. ബോധശക്തിയുടെ ഔദാര്യത്താൽ മാത്രം നിലനിൽക്കുന്നതാണ് മനസ്സ്. ബോധമില്ലെങ്കിൽ മനസ്സിൽ അവിടെ ഇല്ല. എന്നിട്ടും ബോധസ്വരൂപനായ നമ്മൾ അജ്ഞതയാൽ മനസ്സിന്റെ അടിമയായി ജീവിക്കുന്നു. അതായത് ഉടമ അടിമയുടെ കീഴിൽ അടിമയായി ജീവിക്കുന്നത് പോലെ. അപ്പോൾ അതിനെ മാറ്റിയെടുക്കുവാൻ ഒരു വഴി മാത്രമേ ഉള്ളൂ. മനസ്സിന്റെ ചലനങ്ങളെ നിരീക്ഷിച്ച് അവയെ നിശ്ചലമാക്കി ഈ നിമിഷത്തിൽ നിലനിർത്തി ധ്യാനാത്മക മനസ്സാക്കുവാൻ സാധന ചെയ്യുക. ഗുരുജി ഇന്നത്തെ വൃത്തത്തിലെ ശൂന്യതയിൽ ധ്യാന കേന്ദ്രത്തിലെ പരിശീലനത്തെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ ധ്യാന സെന്ററിൽ നടക്കുന്ന പരിശീലനത്തിൽ പങ്കെടുക്കുവാൻ സാധിക്കാത്തത് കൊണ്ട് അതിനെക്കുറിച്ച് ഗുരുജിയോട് തന്നെ ചോദിച്ചു. ഗുരുജി വളരെ വിശദമായി എല്ലാം പറഞ്ഞു തന്നു. അതിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ പങ്കുവെക്കുകയാണ്. അനുഭവങ്ങളെല്ലാം ബോധ്യപ്പെട്ട കാര്യങ്ങൾ. അതായത് ശനിയാഴ്ച 4 മണിക്ക് തുടങ്ങുന്ന ധ്യാന പരിശീലനത്തിനായി കർമ്മ സേവ ചെയ്യുവാൻ വെള്ളിയാഴ്ച ഉച്ച മുതൽ തന്നെ സാധകർ എത്തിത്തുടങ്ങുന്നു. ആ സമയം മുതൽ ചിന്തയോടുകൂടി ഈ നിമിഷത്തിൽ നിലനിന്നുകൊണ്ട് ഓരോരോ കർമ്മങ്ങൾ സാധകർ ചെയ്തു തീർക്കുന്നു. അത് ശനിയാഴ്ച 4 മണിവരെ തുടരുന്നു. അങ്ങനെ എത്രയോ മണിക്കൂറുകൾ തുടർച്ചയായി മനസ്സിനെ ഈ നിമിഷത്തിൽ നിലനിർത്തുവാൻ സാധകർക്ക് കഴിയുന്നു. അങ്ങനെ ആ ധ്യാനാത്മകമായ മനസ്സോടെ സാധകർക്ക് സത്സംഗത്തിലും തുടർന്നുള്ള ധ്യാനവിധികളിലും പങ്കെടുക്കുവാൻ കഴിയുന്നു. അതിൽ പൂർണ്ണമായി മുഴുകുന്ന സാധകർക്ക് മനസ്സിന്റെ എല്ലാ പരിമിതികളെയും തരണം ചെയ്ത് സ്വാഭാവികമായി നൃത്തം ചെയ്യുവാൻ കഴിയുന്നു. അവിടെ ആ സ്വാഭാവികമായ മാറ്റമാണ് നടക്കുന്നത്. ആ ബോധതലത്തിൽ, ഉയർന്ന ബോധതലത്തിൽ ഒടുവിൽ നിർവാണാഷ്ടകത്തോടെ സമാപിക്കുന്ന ധ്യാന പരിശീലനത്തിനിടയിൽ സമയം പോകുന്നത് സാധകർ അറിയുന്നില്ല. അങ്ങനെ ഗുരുകൃപയാൽ ഉയർന്ന അവബോധത്തിൽ നിരീക്ഷകന്റെ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ സാധകർക്ക് കഴിയുന്നു. അത് കഴിഞ്ഞ് അന്നദാനവും പിന്നെ പ്രസാദ വിതരണവും തുടർന്നും കർമ്മസേവ. അപ്പോഴേ ആ ഒരു മഹത്തായ ഒരു ആ അന്തരീക്ഷത്തിൽ നിന്ന് ആ തൻ്റെ ആ ഒരു മനസ്സിന്റെ പരിമിതികളെ തിരിച്ചറിഞ്ഞ് അതിനെ ആ പരിമിതികളെ ലംഘിച്ച് ആ ഇച്ഛാശക്തിയോടെ ആ ബോധതലത്തിൽ നിരീക്ഷകനോടൊപ്പം നിൽക്കുവാൻ സാധകർക്ക് ഭാഗ്യം ലഭിക്കുന്നു. അപ്പോൾ എല്ലാ മാസവും സാധകർക്ക് വേണ്ടി ധ്യാന പരിശീലനം നടത്തുന്ന ഗുരുജിയുടെ കാരുണ്യത്തിനും അതിൽ പങ്കെടുത്ത് മനസ്സിനെ ഈ നിമിഷത്തിൽ നിലനിർത്തി ധ്യാനാത്മക മനസ്സോടെ നിരീക്ഷകന്റെ പ്രഭാവം അനുഭവിച്ചറിയുവാൻ ഭാഗ്യം സിദ്ധിച്ച എല്ലാ സാധകർക്കും കോടി പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. അതുപോലെ തന്നെ ജന്മജന്മാന്തരങ്ങളായി നമ്മൾ ആർജിച്ചെടുത്ത വാസനകളും അഹവും കർമ്മബന്ധങ്ങളും കൊണ്ട് രൂപം കൊണ്ട ആ കണ്ടീഷണൽ മൈൻഡിനെ അഴിച്ചു പണിയുക എന്നത് പൊതുവെ വളരെ ദുഷ്കരമാണ്. പക്ഷേ ഗുരുജിയുടെ സാന്നിധ്യത്തിൽ അവിടെ ധ്യാന സെന്ററിലുള്ള ആ പരിശീലനത്തിനിടയിൽ സാധകർക്ക് അതിന് കഴിയുന്നു. അതിനെ തിരിച്ചറിയുന്നതിനും ഇച്ഛാശക്തിയോടെ മനസ്സിന്റെ പിടിയിൽ നിന്ന് സ്വാതന്ത്ര്യം നേടാനും സാധകർക്ക് അവസരമൊരുക്കുകയും അതിനുള്ള മാർഗങ്ങൾ ലളിതമായി പറഞ്ഞു തരികയും ചെയ്യുന്ന ഗുരുജിക്ക് പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ഹരിയോ. ഹരിയോ. ഞാനിങ്ങനെ ഒരു കേട്ടിട്ടുണ്ട്, അതായത് യു ആർ ബോൺ ഫ്രീ ബട്ട് യു ഡൈ ഇൻ ചെയിൻസ്, ബൗണ്ടഡ് ബൈ ചെയിൻസ്. പലപ്പോഴും നമ്മളുടെ ഒരു
ജീവിതം എടുത്തു നോക്കിയാൽ നമ്മൾ ജനിക്കുന്ന സമയത്ത് ആ ടോട്ടൽ ഇന്നസെൻസിലാണ്, അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിന്റെ ചലനങ്ങളില്ലാതെ നമ്മൾ ഫ്രീ ആയിട്ട് ജനിക്കും. പക്ഷെ ദ മോമെന്റ് യു ആർ ബോൺ, നമ്മുടെ പേരൻസ്, സൊസൈറ്റി, പതിയെ പതിയെ സൊസൈറ്റി എല്ലാം നമ്മളിൽ ഓരോ നോളജ്, ഓരോ ചിട്ടകള്, അല്ലെങ്കിൽ എങ്ങനെ ജീവിക്കണം, അങ്ങനെ ഓരോ കണ്ടീഷൻസ് നമ്മളിൽ ഇമ്പോസ് ചെയ്യണം. നീ ജീവിക്കേണ്ടത് ഇങ്ങനെയാണ്, നീ നടക്കേണ്ടത് ഇങ്ങനെയാണ്, നീ പെരുമാറേണ്ടത് ഇങ്ങനെയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നിന്റെ അടുത്തത്, നീ വിദ്യാഭ്യാസം ചെയ്യണം, ജോലി നേടണം, കല്യാണം കഴിക്കണം, കുഞ്ഞുങ്ങളുണ്ടാകണം. ഈ ഒരു രീതിയിൽ ഇങ്ങനെ പോവാണ്. അപ്പം ഇതെല്ലാം ലൈക്ക് ഒരു 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 സർക്കിളിന്റെ ഉള്ളിൽ തന്നെയാണ് ഓരോരുത്തരുടെയും ജീവിതം. ആ ഒരു ചിട്ടവട്ടത്തിനപ്പുറം അവന് ചിന്തിക്കാനോ പ്രവർത്തിക്കുവാനോ കഴിയുന്നില്ല. ഒരു സോഷ്യൽ കണ്ടീഷനിങ്. പലപ്പോഴും നമ്മൾ ഈ സോഷ്യൽ കണ്ടീഷനിങ്ങിനെ നമ്മൾ കാണാറുണ്ട് പുറമേ ഉള്ള. പക്ഷെ അതിനെതിരെ നമുക്ക് നീങ്ങുവാനായിട്ട് ഒരു 90% കഴിയാറില്ല. അപ്പോൾ എന്താ ചെയ്യുന്ന അവര് പല രീതിയിൽ സ്വാതന്ത്ര്യം എന്ന ഒരു വ്യാഖ്യാനം അവരെടുക്കും. അതിലേക്ക് പലര് മദ്യപാനത്തിലേക്ക് പോകുന്നവരുണ്ട്, സ്ത്രീകളുടെ പുറകില് സെക്സിന്റെ പുറകിൽ പോകുന്നവരുണ്ട്, ഇനി സ്പിരിച്വാലിറ്റിയുടെ പുറകിൽ പോകുന്നവരുണ്ട്. ഇതിലെല്ലാം സോ കോൾഡ് ഫ്രീഡത്തില് നമ്മൾ വ്യാഖ്യാനിച്ചു കൊണ്ട് പോകുന്നതൊന്നും നമുക്ക് സ്വാതന്ത്ര്യവും തരുന്നില്ല, ശാശ്വതമായിട്ട് നമുക്കൊരു പ്ലഷറും തരുന്നില്ല. അപ്പൊ ഒരു റിപ്പീറ്റഡ് സൈക്കിളില് പലപ്പോഴും സമൂഹത്തെ വെറുത്ത്, നമ്മളെ വെറുത്ത്, സ്നേഹത്തെ തേടി അവസാനം ഒരു നിമിഷം കണ്ണില് ആണ്ടുപോകും. ഇവിടെ സ്പിരിച്വാലിറ്റിയെ കുറിച്ച് പറയുമ്പോൾ തന്നെ അതിലും നമ്മൾ ഒരു റിലീഫ് നേടാൻ പോകുമ്പോഴും അവിടെയും ഒരു 90% കൂടുതൽ സിസ്റ്റംസ് തന്നെ ഒരു ചിട്ടവട്ടങ്ങൾ, അല്ലെങ്കിൽ ഇന്ന മൂർത്തി, ഇന്ന സങ്കല്പം, ഇങ്ങനെ ആചരിക്കണം, ഇങ്ങനെ ചെയ്യണം, പല ചിട്ടവട്ടങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ്. പിന്നെ ആ ചിട്ടവട്ടങ്ങളില് കിടന്ന് കറങ്ങും. സ്വാതന്ത്ര്യം തേടിപ്പോകുന്നത് അതിനെയും കാട്ടി വലിയൊരു കുഴിയില്ല. അവിടെയാണ് ബോധപ്രാപ്തന്മാര്, അതായത് എസ്പെഷ്യലി ലൈവായിട്ട്, അതൊക്കെ 1000 കോടി ജന്മങ്ങളിൽ കിട്ടുന്ന ഒരു പുണ്യമാണ് ലൈവായിട്ട് ഒരു ഗുരുവിനെ കിട്ടുക എന്ന് പറയുന്നത്. ആ ഒരു അവസരം കിട്ടുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ നമുക്ക് ആന്തരികമായിട്ട് ആയി നമ്മളിൽ നടക്കുന്ന ആ ബന്ധനത്തിന്റെ, അല്ലെങ്കിൽ നമ്മൾ സർക്കംസ്ക്രൈബ്ഡ് ആയി കിടക്കുന്ന മനസ്സിന്റെ ചതിക്കുഴികളെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുള്ളൂ. അതിന്റെ ബേസിക് ആസ്പെക്ട്സ് സെയിം ആയി, വ്യക്തിയാധിഷ്ഠിതമായിട്ട് ചെറിയ ഓരോരുത്തരിലും അവന്റെ
ഗുണങ്ങൾ അനുസരിച്ച് അവനില് ആ മനസ്സിന്റെ പ്രവൃത്തി വിഭിന്നമായിരിക്കും. അപ്പം ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറയുന്നത്, മനസ്സുണ്ട് എന്ന് ബോധപ്രാപ്തന്മാർ പറഞ്ഞു തരുന്നു. മനസ്സിനെ നിയന്ത്രിക്കാൻ സാധന ചെയ്യാൻ പറയും. സാധനയിൽ കുറെ ചിട്ടവട്ടങ്ങളും ക്രമീകരണങ്ങളും ഒക്കെ ഉണ്ടാവും. ഈ ചിട്ടവട്ടങ്ങളും ക്രമീകരണങ്ങളിലും കൂടെ നമ്മളിങ്ങനെ സഞ്ചരിച്ച് കുറേ നാള് പോകുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ നമ്മളെ നിരീക്ഷിക്കുവാൻ തുടങ്ങും. ആ നിരീക്ഷണം വരുന്നത് റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ആ മനസ്സിനെ നമ്മൾ ഏകാഗ്രമായി ആ നിമിഷത്തിൽ നിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിലും സാധനയുടെ അതിൽ നിന്ന് അതിന്റെ തീവ്രത വന്ന് ഓരോ നിമിഷവും നമ്മൾ കൂടുതൽ ഏകാഗ്രമായി വരുമ്പോൾ നമ്മൾ നമ്മുടെ പ്രവർത്തികളെ നിരന്തരം ശ്രദ്ധിക്കും. അങ്ങനെ നിരന്തരം ശ്രദ്ധിച്ച് നമുക്ക് പലപ്പോഴും ആ നിമിഷത്തിൽ നിന്ന് നമുക്ക് ശ്രദ്ധിക്കുവാൻ കഴിയും. അപ്പൊ ഈ നിമിഷത്തിൽ നിന്ന് ആ നിരീക്ഷണം എന്ന് പറയുന്നത്, ഈ ഇവിടെ ഗുരു ഉപയോഗിക്കുന്ന ഫ്രീ വിൽ എന്ന് പറയുന്ന ഒരു വാക്കിന് ഭയങ്കരമായ ഡെപ്ത് ഉണ്ട്. ഞാൻ ആദ്യമായിട്ട് ഇത് കേൾക്കുന്ന ഒരു പ്രാവശ്യം ഗുരുവായിട്ട് ഇങ്ങനെ ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ ഗുരുവിന്റെ അടുത്ത് ഞാൻ ചോദിച്ചത്, ഗുരുജി എനിക്ക് ഇപ്പൊ സമൂഹം ഇങ്ങനെയൊക്കെയാണ്, അപ്പൊ അതിനെതിരെ ഞാൻ പ്രവർത്തിക്കുന്നു, എന്റെ ഇഷ്ടം പ്രകാരം ഞാൻ ചെയ്യുന്നു, അത് എന്റെ തീരുമാനം, ഞാൻ മനസ്സിലാക്കിയ സത്യങ്ങൾ അനുസരിച്ച് ഞാൻ ചെയ്യുന്നു. ഗുരു എന്റെ അടുത്ത് പറഞ്ഞത്, യഥാർത്ഥത്തിലുള്ള ആ ഫ്രീ വിൽ എന്ന് പറയുന്നത് എപ്പോഴാണോ നീ ജീവനോടെ മരണപ്പെട്ടു, അതായത് നീ ഇല്ലാതാവും, നീ എന്ന വ്യക്തിത്വമേ ആ കോൺസെപ്റ്റ് മറിഞ്ഞ് നിന്നെ നിയന്ത്രിക്കുന്നത് ആ നിയതാവാണ്. ആ ബോധത്തിൽ നീ നിൽക്കുന്ന ആ ഒരു അവസ്ഥ, അതാണ് ഫ്രീ. നിനക്ക് അതിൽ യാതൊരു റോളുമില്ല. നീ എന്ന അസ്തിത്വം അസ്തമിക്കുന്നു. അതാണ് യഥാർത്ഥത്തിലുള്ള ഫ്രീ. നിന്നിൽ അവശേഷിക്കുന്നത് ആ സത്യം. ഇത് ഞാൻ കേട്ട് കഴിഞ്ഞപ്പോൾ ഒന്ന് നമ്മൾ ടോട്ടലി സൈലന്റ് ആയി. കാരണം നാം നിലനിൽക്കുമ്പോൾ തന്നെ, നമ്മളില് നിൽക്കുമ്പോൾ തന്നെ, നമ്മൾ മുമ്പേ ചർച്ച ചെയ്ത കണക്ക് ആ ജീവൻ നിലനിൽക്കുമ്പോൾ തന്നെ ആ ജീവനെ ആരോപിക്കുന്നില്ല. ശരിയും തെറ്റും ഒന്നും ഇല്ലാതെ ആ പൂർണ്ണമായി നിരീക്ഷിച്ച് ആ നിരീക്ഷകൻ നിന്നിലൂടെ പ്രവർത്തിക്കുകയാണ്. അതാണ് ബോധപ്രാപ്തൻ ചെയ്യുന്നത്. ബോധപ്രാപ്തന്റെ ടോട്ടലി ഫ്രീ വില്ലാണ്. ആ ബോധമാണ് അവൻ ബോധതലത്തിലെത്ത ഓരോ അസത്യമായി ഭവിക്കും. കാരണം എല്ലാത്തിന്റെയും അസ്തിത്വമായ ബോധം, അതാണ് യഥാർത്ഥത്തിലുള്ള ആ ബോധത്തിലേക്ക് ബോധപ്രാപ്തനോടൊപ്പം സഞ്ചരിക്കുക. കേട്ടില്ല അല്ലേ? പറയാനുണ്ട്, ചെറിയ കാര്യം പറയാനുണ്ട്. അതായത് നമ്മുടെ ഇന്നത്തെ ചിന്തകളിൽ ഒരു ചിന്ത ഉണ്ടായിരുന്നു. നമ്മള് ഈ ജീവിത അനുഭവത്തിൽ നിന്ന് ആ ബോധ ഉയർന്ന ആ തലത്തിൽ നമുക്ക് ആ അനുഭവങ്ങൾ
ഉൾക്കൊള്ളാൻ പറ്റുമെങ്കിൽ അങ്ങനെയുള്ളവർ ആത്മീയതയിലോട്ട് കടക്കുമെന്ന് ഒരു ചിന്ത അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോ അങ്ങനെ നമ്മള് ഇവിടെ ഈ തലത്തിലോട്ട് വരും. പക്ഷെ എന്ത് പറഞ്ഞാലും നമ്മള് ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കുന്ന കാര്യം, നമ്മള് ഈ തലത്തിലോട്ട് വന്നാലും ഇവിടെ ഈ ഒരു ബ്ലോക്ക് നമുക്കുണ്ടാവുന്നത്, അതായത് ഈ മനസ്സ് എപ്പോഴും ഇങ്ങനെ നമ്മൾ പലർക്കും അതൊരു വിഷമമായിട്ട് വരുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഈ സംഘർഷം ഇങ്ങനെ ഗുരുജി പറഞ്ഞ പോലെ ഒരു ഘട്ടത്തിലെ ശൂന്യതയിൽ നമുക്കിങ്ങനെ ഈ നിമിഷത്തിൽ തന്നെ നിരീക്ഷണം നടത്തണം. എത്ര ഒരു സംഘർഷമുള്ള അവസ്ഥയാണെങ്കിലും, ചിലർക്ക് ചില ധനം പോയ ഒരു അവസ്ഥയോ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് തകർന്ന അവസ്ഥയോ, അതൊക്കെ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോഴും നിരീക്ഷകന്റെ വർക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ, അവിടെ വിട്ടുകൊടുത്താൽ നമ്മൾ വിജയിക്കും. കുറച്ചെങ്കിലും നമുക്ക് അങ്ങോട്ട് ആ തലത്തിലോട്ട് പോകാൻ പറ്റും. പക്ഷെ ആ തലത്തിൽ നിൽക്കുമ്പോൾ അത് ചെയ്യേണ്ടതാണ്. കാരണം ജീവിത അനുഭവം ഉള്ളവർ ആ തലത്തിൽ അവർക്ക് നല്ല വ്യക്തമായ അനുഭവങ്ങൾ വന്നവരാണെങ്കിൽ, വേദനാകരമാണെങ്കിലും ആ ഒരു പ്രോസസ്സില് ആന്തരിക നിരീക്ഷണം. പക്ഷെ എന്തുകൊണ്ട് ചെയ്യുന്നു എന്നൊക്കെ ചോദിച്ചാൽ, ചിലർക്ക് ഗൈഡൻസ് ഇല്ലാതെ തന്നെ അവര് ഒരു ലോജിക് ഉപയോഗിച്ച് എന്തെങ്കിലും ആ ഇന്റലിജൻസ് ഉപയോഗിച്ച് അവര് നോക്കിയിട്ട് എന്താണ് അതിനകത്തെ ആ ഡിഫക്റ്റ് എന്ന് മനസ്സിലായിട്ട്, പിന്നെ ഒന്നില്ലെങ്കിൽ അത് റിപ്പീറ്റ് ചെയ്യാതിരിക്കാനും, ഇത് തരുന്ന വേദന ഇതാണ്, അപ്പോ ഇനി ആ തലത്തിലോട്ട് പോകരുത് എന്ന് ഉള്ള ഒരു ബോധം അങ്ങനെ വാർത്തെടുത്ത് ആ ഒരു തലത്തിലോട്ട് പോകുന്നവർക്കായിരിക്കും ഈ ആത്മീയതയിലേക്ക് ഗുരുക്കന്മാർ വരുമ്പോൾ അതായിരിക്കും അവരെ ഈ ഗുരുക്കന്മാരുടെ അടുത്ത് നയിച്ചു കൊണ്ടുപോകുന്നത്. ഇങ്ങനെ ജീവിത അനുഭവത്തിൽ നിന്നും ഈ തിക്തമായ അനുഭവങ്ങളിൽ നിന്നും അവർ കുറെ ഇൻട്രോസ്പെക്ഷൻ നടത്തിയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ആ മോഡിൽ ഇരിക്കുന്നത് കൊണ്ട് ആയിരിക്കും അടുത്ത് ആരെങ്കിലും ഇങ്ങനെ നമുക്ക് എവിടുന്നെങ്കിലും ഇങ്ങനത്തെ ചില മെസ്സേജസ് ചിലരുടെ കയ്യിൽ നിന്ന് കിട്ടുമ്പോൾ അത് പെട്ടെന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ അവരോട് അടുക്കുന്നത്. അതാണ് ഈ കാന്തം പോലെ ഗുരുക്കന്മാരുടെ അടുത്ത് അടുക്കുമെന്ന് പറയുന്നത്. അപ്പൊ നമ്മളത് കേട്ട് പിന്നെ കുറച്ചുകൂടെ മനസ്സിലാക്കണം എന്നുള്ള ഒരു കാര്യം അവിടെ ഉണ്ടാവുന്ന അതുകൊണ്ടാണ്. പക്ഷെ കുറച്ചുകൂടെ അങ്ങോട്ട് അടുക്കുമ്പോൾ നമുക്കറിയാം ഇത് അഴിച്ചു പണിയേണ്ട വർക്കാണെന്ന് അറിയുമ്പം അത് കുറച്ചുകൂടെ ഒരു ഡിഫിക്കൽട്ട് ടാസ്ക് ആണെങ്കിലും നമുക്ക് ബോധ്യമായി ഈ സാധനം ട്രബിൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ ഈ ധാരണകളൊക്കെ, ആൻഡ് എക്സ്പെക്ടേഷൻസ്, പ്രതീക്ഷകളൊക്കെ എന്നും പറഞ്ഞ് നമ്മൾ അത്. പക്ഷെ ഇതിൽ മൈൻഡിലുള്ളതാണെന്ന്, മൈൻഡ് ഉണ്ടെന്നോ ഒന്നും നമുക്കറിയില്ല. പിന്നെ ഗുരുവിന്റെ അടുത്ത് വരുമ്പോഴാണ് നമുക്കറിയുന്നത് ഇതുപോലെ ഒരു ഉപകരണം നമുക്കുള്ളതാണ്. നേച്ചർ ഹാസ് ഗിവൻ us so many gifts. അതൊക്കെ ഉപയോഗിക്കണം. സത്യം പറഞ്ഞ അങ്ങനെ ഉണ്ടൊരു കാര്യം. അങ്ങനെയാണ് നമ്മുടെ ഗുരുവിന്റെ അടുത്ത് വന്നിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അറിയാമല്ലോ, നമ്മളിങ്ങനെ ഈ നമുക്ക് തന്നിരിക്കുന്ന ഓരോ ഗിഫ്റ്റ്സും മനസ്സിലാക്കിയിട്ട് അത് അഴിച്ചു പണിയാന്ന് പറഞ്ഞാൽ പ്രയാസമാണെങ്കിലും പക്ഷെ ആ സ്റ്റേറ്റിൽ ചെയ്തിരിക്കണം. അപ്പോഴാണ് ഈ പിന്നെന്താണ് നമ്മുടെ ഈ കൊല്ലന്റെ ആ തീ കാച്ചി അവര് മെറ്റൽ അങ്ങോട്ട് വെക്കുമ്പോൾ അത് സോഫ്റ്റ് ആയിട്ട് പിന്നെ അവര് മെറ്റൽ അങ്ങ് ഉരുക്കിയിട്ട് പിന്നെ അവർ അടിച്ചടിച്ചടിച്ച് അത് പരത്തി ഷാർപ്പൺ ചെയ്യുന്നത്. അതുപോലെ നമ്മൾ ഇങ്ങനെ ഉരുകിക്കൊണ്ടിരിക്കുമ്പം ചില പ്രതിസന്ധികളില് നമ്മളിങ്ങനെ പിന്നെ ജീവിതത്തിലെ ചില അനുഭവങ്ങളിൽ നിന്ന് നോക്കുമ്പം ആ തലത്തിൽ നമ്മൾ അവിടെ നിന്ന് അത് ഫേസ് ചെയ്യണം. ഇപ്പം ബോധപ്രാപ്തനായ ഒരു ഗുരുവിനുണ്ടായപ്പം ഈ നിമിഷത്തിൽ നിൽക്കുന്നു എന്ന് പറയുമ്പം നമുക്ക് ഈ നിമിഷത്തിൽ നിൽക്കാന്ന് പറഞ്ഞാൽ ആ നിരീക്ഷകന്റെ തല ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരികയാണ്. അപ്പോഴാണ് ഈ പ്രതിസന്ധികൾ വരും ചിലപ്പം ഇങ്ങനെ ചാലഞ്ചിങ് സിറ്റുവേഷൻസ് ചിലപ്പം വരുമ്പം നമ്മൾ അതില് വല്ലാതെ ദുഃഖിച്ച് ജഡ്ജ്മെന്റലായിട്ട് അതിലോട്ട് പോകാതെ അതുപോലെ പവർഫുൾ ആയിട്ട് നമുക്ക് ആ ജീവിതത്തിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ, ആ കൺവിക്ഷനും ഉണ്ടെങ്കിൽ അവിടെ നിന്ന് നമ്മൾ ഇവിടെ നിൽക്കും. ഈ പിന്നെ നിരീക്ഷണം
ഏത് തരം ആയിക്കോട്ടെ, എങ്ങനെ ആയിക്കോട്ടെ, ഒരു ഹയർ ഇന്റലിജൻസ് ലെവലില് അതൊന്നും ചൂണ്ടിക്കാണിക്കാനൊന്നും നമ്മൾ പോണ്ട. പക്ഷെ അവയർനെസ്സിൽ, ബോധ തലത്തിൽ ഇത് എന്തുവാ സംഭവിക്കുന്നതെന്ന് കണ്ടറിഞ്ഞിട്ട് അതിന്റെ കാരണം എന്താണെന്നും മനസ്സിലാക്കി പതുക്കെ ഈ കാരണങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു കാര്യം ഡിസിഷൻ എടുക്കണം. പക്ഷെ അത് വലിയ പ്രയാസമായിരിക്കും. മനസ്സ് ഒട്ടലഴിഞ്ഞു പോകുന്ന പ്രോസസ്സ് ഭയങ്കര വേദനകരമായ കൊണ്ട് ഭയങ്കര പിന്നെ ഉത്കണ്ഠയും ആങ്സൈറ്റിയും ഒക്കെ ഉണ്ടായിട്ട് ചിലർക്ക് അത് വെയിറ്റ് ലോസ്, ഭക്ഷണം കഴിക്കാതിരിക്കും, ചിലർ ഭക്ഷണം കഴിക്കും, ഇങ്ങനൊക്കെ ഉണ്ടാവും. പക്ഷെ അത് അങ്ങനെ നിന്നാലും സാരമില്ല, നമ്മള് ഹോപ്പ്ലെസ് ആകരുത്, നമ്മൾ ആ കാര്യം കണ്ടിന്യൂ ചെയ്യണം. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ചെയ്താൽ ഉള്ള ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ, ഈ ലൈഫ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് പല കാര്യങ്ങൾ. ശരിക്കും പറഞ്ഞാൽ ലൈഫ് എന്ന് പറയുന്ന ഒരു കാര്യം ഇസ് വൺ ചാൻസ് ഗിവൻ ടു അസ് ഹു ആർ ബോൺ. എന്ത് പറഞ്ഞാലും നമ്മൾ മനോത്തരത്താണ് നിൽക്കുന്നത്. നമ്മൾക്ക് ബർത്ത് ഉണ്ടെന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇറ്റ് കനോട്ട് ബി എനിത്തിങ് ലെസ് ദൻ ദാറ്റ്. ബർത്ത് ഉണ്ട്, നമുക്ക് ബർത്ത് ഉണ്ട്. വി ആർ നോട്ട്, നമ്മൾ അങ്ങനെ ബോധവാനായിട്ട് ഐ ആം ബിയോണ്ട് ഡെത്ത് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോഴും നമ്മൾ ആ ലെവലിലാണ് നിൽക്കുന്നത്. അപ്പൊ ലൈഫ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ അതെന്തെങ്കിലും ഒരു പർപ്പസ് ഉണ്ടാവും. അപ്പൊ അങ്ങനെ തന്ന ഈ വൈഷമ്യങ്ങളെല്ലാം പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നത്, അത് ഉൾക്കൊള്ളേണ്ടതാണ്. അതിൽ നിന്ന് ഉണ്ടാവേണ്ട വേദനകൾ കൊള്ളണം. എന്നിട്ട് അത് വേദനയായിട്ടും ഇപ്പൊ എടുക്കും. കുറച്ചങ്ങോട്ട് കഴിയുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതൊരു സുവർണ അവസരമായിരുന്നു നമുക്ക് ഉപയോഗിക്കാൻ. ലൈഫ് ഗേവ് us a chance to use that situation for our betterment. അത് നമ്മൾ ഉപയോഗിച്ചായിരുന്നെങ്കിൽ നല്ലതായിരുന്നേനെ. പക്ഷെ നമ്മൾ ഈ ദുഃഖത്തിൽ ആണ്ട് കിടക്കുമ്പോൾ അത് ഉപയോഗിക്കുന്നില്ല. അത് ഉപയോഗിക്കണം. അതിനാണ് നമുക്കത് തന്നിരിക്കുന്നത്. ആ ലൈഫ് എന്ന് തന്നെ നമുക്ക് തന്നിരിക്കുന്നത് ഇസ് ടു ലിവ് വിത്ത് ഓൾ ഇറ്റ്സ് പ്രോബ്ലം. അത് അനുഭവിച്ചേ മതിയാവും. നമ്മൾ അത് അനുഭവിച്ചിട്ട് അതിന് ബിയോണ്ട് നമ്മൾ പോകേണ്ടതാണ്. അപ്പൊ ശരിക്കും പറഞ്ഞ ഈ ലൈഫും ഈ ബർത്തും ഇതെല്ലാം നമുക്ക് തന്നിരിക്കുന്ന ഗിഫ്റ്റ്സ് ആണ്. അപ്പൊ ആ ഗിഫ്റ്റ്സ് നമ്മൾ ഉപയോഗിക്കണം. പക്ഷെ ആ ഗിഫ്റ്റ് കുടുങ്ങി പോകുകയും ചെയ്യരുത്. അത് കടന്ന് പോകണം. പിന്നെ കിട്ടിയ നമുക്കൊരു വലിയൊരു ഗിഫ്റ്റാണ് നമ്മുടെ ഗുരു. അപ്പൊ ആ ഗുരുവിന്റെ അടുത്ത് വരുമ്പോഴും അവിടുന്ന് നമുക്ക് കിട്ടുന്ന പല ഗിഫ്റ്റ്സ്, ഗ്രേറ്റ് ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് ഓരോ സാധകർക്കും അത് എല്ലാവരെയും അത് അവരെ ആക്സെപ്റ്റ് ചെയ്ത് അതിന്റെ വാല്യൂ മനസ്സിലാക്കി അതിനെ കുറിച്ച് ബോധവാനായി അവര് വേണ്ടിയ സമയത്ത് ചെയ്യേണ്ട കാര്യം ഹോപ്പ്ലെസ് ആകാതെ പിന്നെ ചെയ്യാനായിട്ട് പ്രാർത്ഥിക്കും. ഹരിയോ. ഇത് പറഞ്ഞപ്പം ഒന്ന് ഓർമ്മ വരികയാണമ്മ, നമ്മുടെ ഗുരുപദം ആ പരമ്പര ഓർമ്മ വരികയാണ്. അപ്പം അതിൽ ഗുരുദേവൻ ജീവിച്ചിരുന്ന കാലഘട്ടം, സ്വാതന്ത്ര്യത്തിന് മുന്നേ, ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നേ, ആ ഒരു കാലഘട്ടത്ത് ജീവിച്ചിരുന്നപ്പോൾ ഉണ്ടായിരുന്നവരുടെ മാനസികാവസ്ഥ പുറമേക്ക് നോക്കുകയാണെങ്കിൽ, ഭൗതികപരമായിട്ട് നോക്കുകയാണെങ്കിൽ, അവർ ഇതുപോലെ തടവറയിലായിരുന്നു, അടിമകളായിരുന്നു. അപ്പോൾ അവർക്ക് ഭൗതികപരമായിട്ടാണെങ്കിൽ പോലും നടക്കാൻ വേണ്ടിയുള്ള സ്വാതന്ത്ര്യം, ഒരു ആരാധനയ്ക്കുള്ള സ്വാതന്ത്ര്യം, ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം, അപ്പോൾ ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവർ അടിമകളാണ് എന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് അവർക്ക് അതിലേക്ക് പോരാടാൻ വേണ്ടി സാധിച്ചത്, അല്ലേ? എന്നാൽ ആ സമയത്തും സ്വതന്ത്രനായിട്ട് നിന്നത് ഗുരുദേവനെ പോലുള്ള മഹാത്മാക്കളാണ്. മനസ്സിൻ്റെ പിടിയിൽ നിന്നും സ്വതന്ത്രനായിട്ട് നിന്നപ്പോൾ അവർക്ക് ബാഹ്യമായിട്ടുള്ള അടിമത്തം എഫക്റ്റ് ചെയ്തില്ല. അപ്പോൾ അവർക്ക് നേരായ വഴി കാണിച്ചു കൊടുക്കാൻ സാധിച്ചു. നീ ഇതിലല്ല നിൽക്കേണ്ടത്, നിൻ്റെ മനസ്സിൽ നിന്നുമാണ് സ്വാതന്ത്ര്യം കിട്ടേണ്ടത് എന്നുള്ള തത്വം പറഞ്ഞു കൊടുക്കാൻ അവർക്ക് സാധിച്ചു. അവർ ഈ സമയത്ത്, ഇപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയ ഈ സമയത്ത് വന്നാലും ഇത് തന്നെയല്ലേ ചെയ്യുള്ളൂ ഗുരുക്കന്മാർ. അത് തന്നെയാണ് അവധൂജി ചെയ്യുന്നതും അതുപോലെയുള്ള ഗുരുക്കന്മാർ ചെയ്യുന്നത് അത് തന്നെയാണ്. പക്ഷേ ഉള്ളൊരു വ്യത്യാസം, ഇപ്പോഴത്തെ നമ്മുടെ ബാഹ്യമായിട്ടുള്ള സ്വാതന്ത്ര്യം നമുക്ക് കിട്ടി.
8 വർഷത്തോളമായി. 2 ദിവസം കഴിയുമ്പോൾ ഇൻഡിപെൻഡൻസ് ഡേ ആണ്. ബാഹ്യമായിട്ട് സ്വാതന്ത്ര്യം കിട്ടി, പക്ഷേ ആ സ്വാതന്ത്ര്യത്തിൽ മതിമറന്ന് അതിൽ മുങ്ങി ജീവിക്കുകയാണ്. ഇപ്പം അമ്മ പറഞ്ഞ പോലെ കിട്ടിയ ഒരു സ്വാതന്ത്ര്യം കിട്ടിയ ഇതിൽ, പക്ഷെ ആന്തരികമായിട്ട് നോക്കിയാൽ സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ടോ? അപ്പം ആ ഒരു തീവ്രത നമ്മളിൽ വരണം. നമ്മളിപ്പോഴും അടിമകളാണ്, മനസ്സിൻ്റെ അടിമകളാണ് എന്നുള്ള ആ ഒരു തീവ്രത, ആ ഒരു ഇത് നമുക്ക് കുറച്ചാൽ മാത്രമേ നമ്മൾ ഇതിൽ നിന്നും പുറത്തു കടക്കാൻ ശ്രമിക്കൂ. അല്ലെങ്കിൽ നമ്മൾ ഈ അടിമപ്പണി ചെയ്തുകൊണ്ടേയിരിക്കും, അതിൽ സന്തോഷപ്പെട്ടുകൊണ്ടേയിരിക്കും. അങ്ങനെ നമ്മൾ അടിമകളാണ്, അതിൽ ജീവിക്കേണ്ടവരല്ല, സ്വതന്ത്രരായിട്ട് ജീവിക്കാനുള്ളവരാണ്, ഈ ഗുരുക്കന്മാരെല്ലാം അത് കാണിച്ചു തരാമെന്ന സ്വാതന്ത്ര്യ സമര സേനാനികളാണ് നമ്മൾ അങ്ങനെ ചിന്തിച്ചാൽ. അവർ സ്വതന്ത്രരായിട്ട് നിൽക്കുകയാണ്, സ്വാതന്ത്ര്യം അനുഭവിച്ച് നമ്മളെ സ്വതന്ത്രരാക്കാൻ വന്നവരാണ്. അപ്പോൾ അവരുടെ വാക്ക് കേട്ട് നമ്മൾ കുറച്ച് സാധകരെങ്കിലും അതിൻ്റെ പുറകെ പോയാൽ തീർച്ചയായിട്ടും ഈ സമൂഹത്തിൽ പലർക്കും സ്വാതന്ത്ര്യം നൽകാൻ സാധിക്കും. അതിന് മുന്നിൽ നിന്ന് നയിക്കുകയാണ് ഉദുജിയെ പോലുള്ള ഗുരുക്കന്മാർ. എല്ലാവർക്കും ആ സ്വാതന്ത്ര്യം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരി ഓം, ഹരി ഓം, ഹരി ഓം. വൈൻഡപ്പ് ചെയ്യാമോ? സമയമ്മ ലെഫ്റ്റ് ആയി. ഓക്കെ, അപ്പം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ.